ഹായ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്ലസ് ടുവിന് ശേഷം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പാരാമെഡിക്കൽ കോഴ്സസ് ഏതൊക്കെയാണെന്നാണ്. ഓക്കെ, ഇന്ന് ഒരുപാട് കുട്ടികളാണ് മെഡിക്കൽ ഫീൽഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയധികം തൊഴിലവസരങ്ങൾ ഇന്ന് മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് മുന്നിൽ തുറന്നു കിടക്കുകയാണ്. അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും ഇതേപോലുള്ള മെഡിക്കൽ ഫീൽഡിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി BSc നേഴ്സിംഗ് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പൊ BSc നേഴ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ പഠിക്കാൻ പറ്റുന്ന കോഴ്സാണ് BSc നേഴ്സിംഗ് എന്ന് പറയുന്നത്. നമുക്ക് പ്ലസ് ടുവിന് സയൻസ് എടുത്ത കുട്ടികൾക്ക് നമുക്ക് ഡയറക്റ്റ് BSc നേഴ്സിംഗിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ സയൻസ് എടുക്കാത്തവർക്ക് GNM പോലെ കോഴ്സ് എടുത്ത് പോകാം. അത് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പേജ് ഒന്ന് വിസിറ്റ് ചെയ്താൽ സയൻസ് എടുക്കാത്തവർക്ക് എങ്ങനെ നേഴ്സിംഗ് ഫീൽഡിലേക്ക് വരാമെന്നുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് പോകാം. അപ്പൊ നമുക്ക് നേഴ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നമുക്ക് പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ പ്ലസ് ടുവിന് 50% മാർക്കും നമുക്ക് ഉണ്ടാവേണ്ടതാണ്. അതുപോലെ തന്നെ കേരളത്തില് ഓരോ സ്റ്റേറ്റിലും അതാത് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ആണ്. BSc നേഴ്സിംഗിന് ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സാണ്. അപ്പം നിങ്ങൾ ആ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നേഴ്സിംഗിന്റെ മാത്രമായിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പോയി നോക്കാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമുക്ക് അത്രയധികം സാലറി പാക്കേജസ് നമുക്ക് കേരളത്തിലല്ല, കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇന്ന് നേഴ്സിംഗ് എടുത്തിട്ട് നമുക്ക് ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക എന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ചില ട്രോളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ ഒരു ഡോക്ടറെക്കാൾ സാലറി ഉണ്ട് നേഴ്സിംഗ് ജോലി ചെയ്യുന്ന പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്നൊക്കെ. അപ്പം അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് സത്യാവസ്ഥ തന്നെയാണ്. അപ്പം അത് മനസ്സിൽ വെക്കുക. പിന്നെ ഭയങ്കര ഈസിയാണ്, ഇങ്ങനെ പെട്ടെന്ന് ജോലി കിട്ടി പോകാം എന്നുള്ള രീതി എല്ലാവരും കയറി BSc നേഴ്സിംഗ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. ഒരു MBBS പഠിക്കുന്ന ഡോക്ടർ എത്രത്തോളം പഠിക്കുന്നുണ്ടോ അത്രയധികം ഇല്ലെങ്കിലും ഏകദേശം അത്രത്തോളം തന്നെ ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥി പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. കാരണം അവരും ഇതേപോലെ അനാട്ടമിയും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഡോക്ടേഴ്സിന്റെ കൂടെ ഒരു വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എല്ലാവരും BSc നേഴ്സിംഗ് പോലുള്ള കോഴ്സസ് ഒക്കെ പാസ്സായി വരുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു മെന്റാലിറ്റി ഉള്ള, അത് മാത്രം പോരാ, ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സെർവിങ് ആണ്, ഒരു സർവീസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് ഉള്ളവർക്ക് മാത്രം, അങ്ങനെ ഒരു രോഗി കാണുമ്പോൾ ഒരു മനസ്സലിവുള്ള, അല്ലെങ്കിൽ ഒരാളെ പരിചരിക്കാനുള്ള മനസ്സൊക്കെ ഉള്ള അങ്ങനെയുള്ള ആളുകൾ ഈ ഇതേപോലുള്ള BSc നേഴ്സിംഗ് പോലുള്ള കോഴ്സിലേക്ക് എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കരിയറിലേക്ക് വരുമ്പോഴത്തേക്ക് ഭയങ്കര രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈസിയാണ്, ഭയങ്കര പെട്ടെന്ന് തന്നെ പഠിച്ച് പാസ്സാവുമെന്ന് വിചാരിച്ച് ആരും BSc നേഴ്സിംഗ് ഒന്നും എടുക്കാതിരിക്കുക. അപ്പം BSc നേഴ്സിംഗ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇനി അടുത്ത ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പാരാമെഡിക്കൽ കോഴ്സ് നമുക്ക് പറയാവുന്നത് MLT പോലുള്ള കോഴ്സസ് ആണ്. മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന കോഴ്സ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യുക, പോയി ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്ത് അതിന്റെ റിസൾട്ട്സ് ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഓരോ ഡോക്ടേഴ്സിനെ കാണാൻ പോകുക. അപ്പം അത്രയധികം തൊഴിലവസരം നമുക്ക് MLT മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു മേഖലയിൽ നമുക്ക് ഇന്ന് നിലവിലുണ്ട്. ഓക്കെ, നമുക്ക് ഇതേപോലെ തന്നെ 4 ഇയർ കോഴ്സായിട്ട് 3 ഇയർ പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പോട് കൂടി നമുക്ക് MBSc MLT നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ MLT പോലുള്ള കോഴ്സസ് പഠിക്കുമ്പോഴത്തേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ തന്നെ, സാധാരണ എപ്പോഴും പറഞ്ഞാൽ നമുക്ക് ഈ അലൈഡ് കോഴ്സസ് എല്ലാം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ തന്നെ പഠിക്കാൻ പറ്റുന്ന കോഴ്സസ് ആണ്. അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കോഴ്സസിന് നമുക്ക് വളരെയധികം ലിമിറ്റഡ് ആണ് കേരളത്തിലെ സീറ്റും. അപ്പം നമ്മൾ പ്ലസ് ടുവിൽ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അലൈഡ് കോഴ്സസ് ആണ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലസ് ടുവിൽ മാക്സിമം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകളാണ് നമുക്ക് ഗവൺമെന്റ് സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് ഫീസ് ഒന്നും കൊടുക്കാതെ ഗവൺമെന്റ് സീറ്റിൽ മെറിറ്റിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലസ് ടുവിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ കോഴ്സ് ഏതാണെന്ന് നോക്കാം. നമുക്ക് റേഡിയോളജി പരിചയപ്പെടാം. റേഡിയോളജി ഇപ്പൊ നമുക്ക് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്നും കേൾക്കുന്നുണ്ട്. അപ്പം രണ്ടും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. റേഡിയോളജി എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ട് കാലത്ത് റേഡിയോളജി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ആ ഒരു കോഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് എന്താ, എക്സ്റേസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട്. CT സ്കാൻ, MRI സ്കാൻ, അങ്ങനെ ഒരുപാട്
റേഡിയോളജി എന്ന് വെച്ചാൽ നമുക്ക് സ്കാനിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പുതിയ അഡ്വാൻസ് ടെക്നോളജീസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ റേഡിയോളജി കുറച്ച് മോഡിഫൈ എന്ന് വെച്ചാൽ അതിന്റെ കുറച്ചുകൂടെ അഡ്വാൻസ് സ്റ്റഡീസ് ആയിട്ട് എന്താണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന കോഴ്സിലേക്ക് അത് മാറിയിട്ടുണ്ട്. ചിലയിടത്ത് റേഡിയോളജി എന്നും ചിലയിടത്ത് ഇമേജിംഗ് ടെക്നോളജി. പക്ഷെ എന്താണ് ഈ ഒരു കോഴ്സ് മൊത്തത്തിൽ എക്സ്പാൻഡ് ചെയ്ത് ഇമേജിംഗ് ടെക്നോളജിയിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കുക. അതും ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. കാരണം നമുക്കറിയാം, നമ്മളിപ്പം ഒരു കയ്യോ കാലോ ഒക്കെ ഒടിയുമ്പോഴത്തേക്ക് നമുക്കത് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തിന്റെ സഹായത്തോടുകൂടിയാണ്? എക്സ്റേയുടെയും അല്ലെങ്കിൽ MRIയുടെയും CT ഒക്കെ ഹെൽപ്പോട് കൂടിയാണ്. കാരണം ഒരുപാട് പ്രകാശരശ്മികൾ നമ്മുടെ ദേഹത്തേക്ക് കയറ്റി വിട്ട് നമുക്ക് അതിന്റെ പൂർണ്ണ രൂപം നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതിന് അപ്പുറത്തേക്കുള്ള ഒരു രൂപം നമ്മൾ ഒപ്പിയെടുക്കുന്ന ഒരു മേഖലയാണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതും ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. അപ്പം നമുക്ക് 4ാമത്തെ കോഴ്സിലേക്ക് കടക്കാം. 4ാമത് ഞാൻ പറയുന്നത് കാർഡിയാക് വാസ്കുലർ കെയർ ടെക്നോളജി പോലുള്ള കോഴ്സസ് ആണ്. വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സാണ്. ലിമിറ്റഡ് സീറ്റ് ആണ് ഈ ഒരു കോഴ്സിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു ഹയർ സ്റ്റഡീസ് ആണ് നമുക്ക് കാർഡിയ കെയർ അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഡോക്ടർ ആവില്ല. നമ്മൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാർഡിയോളജി ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു സർജറി കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പേസ് മേക്കർ ഒക്കെ വെക്കുന്ന കേസസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഡോക്ടർ വരുമ്പോഴത്തേക്ക് ഒരിക്കലും ഡോക്ടർ വരുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, കൃത്യമായിട്ട് സർജറി ചെയ്യുന്നു, പോകുന്നു. പക്ഷെ അതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. എന്തൊക്കെയാണ് ഈ പേസ് മേക്കർ സെറ്റപ്പും കാര്യങ്ങളും അവിടെ അറേഞ്ച് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നവരാണ് നമ്മളുടെ CBT പഠിച്ച അല്ലെങ്കിൽ കാർഡിയാക് കെയർ ടെക്നോളജീസ് പഠിച്ച കുട്ടികളായിരിക്കും ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള അടുത്ത കോഴ്സ്, 5ാമത്തെ കോഴ്സ് ഏതാണ്? അനസ്തേഷ്യ എന്ന് പറയാം. നമ്മുടെ ഇന്ന് ഹൈലി ഹോസ്പിറ്റൽസുകളിൽ അത്രയധികം സർജറികളും ഒക്കെയാണ് നടക്കുന്നത്. അപ്പം നമുക്കറിയാം, ഒരു സർജറിക്ക് മുന്നേ ഇപ്പൊ നമ്മുടെ കൈയുടെ ഒരു സർജറി ആവട്ടെ, കാലിന്റെ ഒരു സർജറി ആവട്ടെ, നമുക്ക് അവിടെ മൈനർ ആവട്ടെ, ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു നോർമൽ അനസ്തേഷ്യ മുതൽ ഹൈലി നമ്മളൊരു 5 മണിക്കൂർ 6 മണിക്കൂർ അല്ലെങ്കിൽ 15-20 മണിക്കൂറൊക്കെ നമ്മളെ മയക്കി കിടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഹൈ ഡോസ് ഉള്ള അനസ്തേഷ്യ വരെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് അനസ്തേഷ്യ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. അവരെന്താണ് ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുകയാണ്. അനസ്തേഷ്യ ഡോക്ടേഴ്സും ഉണ്ടാവും. അതേപോലെ തന്നെ അവരെ അസിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അനസ്തേഷ്യ പഠിച്ച കുട്ടികൾ പോകുന്നത്. അവരൊരിക്കൽ ഡോക്ടേഴ്സ് അല്ല, ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ നമുക്ക് ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള 6ാമത്തെ കോഴ്സ് എന്തെന്ന് നോക്കാം. ഡയാലിസിസ് ടെക്നോളജി നമുക്ക് പറയാം. ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് അങ്ങനെ അധികം കേട്ടിട്ടില്ലാത്ത ഒരു കോഴ്സാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് അത്രയധികം നമ്മുടെ മുന്നിൽ അത്രയധികം ഡയാലിസിസ് പേഷ്യൻസ് നമ്മുടെ മുന്നിലുണ്ട്. കാരണം ഒരുപാട് പേർക്കാണ് ഡയാലിസിസ് ഇന്ന് ചെയ്യേണ്ടി വരിക. ഇന്ന് ഹോസ്പിറ്റൽസിൽ മാത്രമല്ല, ഡയാലിസിസ് സെപ്പറേറ്റ് ക്ലിനിക്ക് വരെ ഇട്ടാണ് ഇന്ന് ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത്. അപ്പം അതും ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. 7ാമത്തെ കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കെന്ന് പറയാം BPT, ഫിസിയോതെറാപ്പിസ്റ്റ് എന്നുള്ള ഒരു കോഴ്സ് നമുക്ക് കേട്ടിട്ടുണ്ടാവും. നമ്മളിപ്പം കൈ ഒടിഞ്ഞു, കാലൊടിഞ്ഞു, പല വൈകല്യങ്ങളും നമ്മുടെ സാഹചര്യം നമുക്കൊരു ഇഞ്ചറിയിലൂടെ ഒക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വരുന്ന ഓരോരോ പ്രോബ്ലംസും നമുക്ക് ഫിസിയോതെറാപ്പികൾ പോലുള്ള തെറാപ്പികളിലൂടെയാണ് നമുക്ക് അത് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ കഴിയുക. അപ്പോൾ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. നിങ്ങളൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ഇയർ കോഴ്സ് പ്ലസ് ഒരു 6 മന്ത് ഇന്റേൺഷിപ്പ് ആണ് നമുക്ക് ഫിസിയോതെറാപ്പിക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറേറ്റ് പോലെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ലൈസൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ക്ലിനിക് ഇട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ്. അതേപോലെ തന്നെ ഒരുപാട് ചിലവുകൾ കാര്യങ്ങളുണ്ട്. ഒരു ക്ലിനിക്ക് സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയധികം മെഷീനറീസും കാര്യങ്ങളും ഒക്കെ വേണ്ട ഒരു മേഖലയാണ്. അപ്പം അതനുസരിച്ച് നമുക്ക് BPT കോഴ്സ് ഹൈലി ഡിമാൻഡിങ് ആണെന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ഒരു തെറാപ്പിസ്റ്റായിട്ട് സെൽഫായിട്ട് പോയി വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു കോഴ്സിന്. അടുത്ത് നമുക്ക് നോക്കാൻ പറ്റുന്ന കോഴ്സാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ കണ്ണ് പരിശോധിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെങ്കിലും കൂടെ പോയി കണ്ണ് പോയ ആരുടെങ്കിലും കൂടെങ്കിലും നിങ്ങൾ പോയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഒരു ഹൈ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കാണുന്നുണ്ട്. അപ്പോൾ ഡോക്ടറിന്റെ കൂടെ ഡോക്ടറിനെ നമ്മൾ കാണുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ
കാര്യങ്ങൾ അതിന് മുന്നേ ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കണ്ണിന്റെ പവർ എത്രയാണ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈവൻ ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോഴാണെങ്കിലും മറ്റ് ചെക്കപ്പ് നടക്കുമ്പോഴായിരുന്നു നമ്മളെ കാര്യങ്ങളെല്ലാം നമ്മളെ കൂടെ ചെയ്യിപ്പിക്കുന്നത് ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കത്തില്ല, കൂടെ നിൽക്കുന്ന ഒരു സ്റ്റാഫ് ആയിരിക്കും. അവരാണ് ഒപ്റ്റോമെട്രി പഠിച്ചിറങ്ങിയ ആളുകൾ എന്ന് പറയുന്നത്. ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാൻ കഴിയും. അപ്പം ഇങ്ങനെയുള്ള കോഴ്സുകൾ ഹൈലി ഡിമാൻഡിങ് ആണ്. കാരണം മനുഷ്യരുള്ളിടത്തോളം കാലം ഇതിനെല്ലാം നമുക്ക് എന്നും നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. അതേപോലെ തന്നെ പുറത്താവട്ടെ ഒരുപാട് തൊഴിലവസരങ്ങളുള്ള മേഖലകളാണ് ഇതെല്ലാം. അപ്പം അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് BASLP എന്ന് പറയുന്ന കോഴ്സാണ്. ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലേണിംഗ് പാത്തോളജി എന്ന് പറയുന്ന കോഴ്സ്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുണ്ട്. എന്തായാലും നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് പോയി കാണാം. ഓക്കെ, അപ്പൊ അടുത്തൊരു കോഴ്സ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് BOT എന്ന് പറയുന്ന കോഴ്സാണ്. ബാച്ചലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി എന്ന് പറയുന്ന കോഴ്സ്. നിങ്ങൾക്ക് അറിയാം, ജനിക്കുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾ അംഗവൈകല്യങ്ങളോട് കൂടി ജനിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ അവരുടെ കുറേ വൈകല്യങ്ങളൊക്കെ നമുക്ക് ഈ ഒക്യുപ്പേഷണൽ തെറാപ്പിയിലൂടെ കുറേയൊക്കെ മാറ്റങ്ങൾ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതേപോലുള്ള ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഒക്യുപ്പേഷണൽ തെറാപ്പി. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഒരു സ്വന്തമായ ഒരു ക്ലിനിക്കിൽ ഒരു തെറാപ്പിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തെറാപ്പിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമായ ഒരു ക്ലിനിക്കൊക്കെ ഇട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഒക്യുപ്പേഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പം നമ്മൾ പരിചയപ്പെട്ട കുറേ അധികം പാരാമെഡിക്കൽ കോഴ്സസ് ഹൈലി ഡിമാൻഡിങ് ആണ്. അതേപോലെ തന്നെ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക്, ഇപ്പോൾ പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ, ഒരേപോലെ തന്നെ ഈ കോഴ്സസ് എല്ലാം നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഒരേപോലെ തന്നെ തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് കാത്തിരിക്കുന്ന മേഖലകളാണ് ഇതെല്ലാം. അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് നിങ്ങളുടെ കരിയർ സേഫ് ആക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് എന്നുള്ളത് നിങ്ങൾ വേണം ഇനി തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് ഒരു നല്ലൊരു കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ പ്രൊസീജിയറുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കേരളത്തിലാവട്ടെ കേരളത്തിന് പുറത്താവട്ടെ അഡ്മിഷൻ ലഭിക്കുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ഏറ്റവും മികച്ച കോളേജസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യുക. ബെറ്റർ ആയിട്ടുള്ള കരിയർ ചൂസ് ചെയ്യുക. അടുത്ത വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.